സംഘടനാപരമായിട്ടുള്ള വിജയമാണ് എന്ന് തെളിയിക്കേണ്ടത് BJPയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP പരമാവധി കാടിളച്ചുള്ള ഒരു പ്രചരണമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലയളവിൽ തുടക്കം മുതൽ നടത്തിയതും. മഞ്ജുഷ, ഇതാണ് തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയ ചിത്രം. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. ട്രെൻഡ്സിൽ ചില അപ്ഡേറ്റുകൾ, സർക്കാർ ചില അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയെന്നാണ് വിവരം. വോട്ടെണ്ണൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് അതിസുപ്രധാനമായ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സൂചനകൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ആദ്യ ഫലസൂചനകൾ എത്തിത്തുടങ്ങുകയാണ്. നമുക്ക് അറിയാം, വോട്ടെണ്ണൽ വളരെ വേഗത്തിൽ ഫലസൂചനകൾ വന്നു തുടങ്ങി. കൃത്യസമയത്ത് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യ സൂചനകൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. വളരെ സുപ്രധാനമായ നീക്കം. സംസ്ഥാനത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനകൾ വരികയാണ്. ഫലസൂചനകൾ പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ ഫലസൂചനകൾ നമ്മൾ എത്തിക്കുകയാണ്. വോട്ടെണ്ണൽ വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ സൂചനകൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 5 മുനിസിപ്പാലിറ്റികളിൽ LDF അല്ലേ? അതെ, 5 മുനിസിപ്പാലിറ്റികളിൽ ഇടതുമുന്നണിയുടെ ലീഡാണ് ആദ്യ സൂചനയായി പുറത്തു വരുന്നത്. മറ്റിടങ്ങളിലെ ലീഡ് നില സാഹചര്യങ്ങൾ നമുക്കറിയാനാവും. കൃത്യമായി തന്നെ സംസ്ഥാനത്തിന്റെ പൊതുചിത്രം വരികയാണ്. 5 മുനിസിപ്പാലിറ്റികളിൽ ഇടതു മുന്നണിയുടെ ലീഡ്. മഞ്ജുഷ, 5 ആന്തൂരായിരുന്നു. ആന്തൂരിൽ നേരത്തെ തന്നെ ലീഡ് ഉള്ളതാണ്. ഇടതു മുന്നണിക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് LDFന്റെ സ്ഥാനാർത്ഥികൾ. അതിനാൽ തന്നെ 1 ആന്തൂരാണ്. ബാക്കി 4 മുനിസിപ്പാലിറ്റികളിൽ കൂടി LDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വിവരമാണ് തുടക്ക സമയത്ത് കിട്ടുന്നത്. എന്തായാലും തുടക്ക ട്രെൻഡിൽ LDF തന്നെയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ LDFന് ഒരു മേൽക്കൈ ഉള്ളതാണ്. അത് ഇത്തവണയും തുടക്ക സമയത്ത് ആവർത്തിക്കുകയാണ് LDF ചെയ്യുന്നത്. 5 മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ വിവരങ്ങൾ കിട്ടും. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഫലങ്ങൾ അറിയാൻ കഴിയും. അരുൺ അല്പസമയത്തിനകം ചേരും. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് ടോമും ചേരുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലെയും വോട്ടെണ്ണൽ തുടങ്ങി. കൊച്ചിയിലും തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം ചില പുതിയ അപ്ഡേറ്റുകൾ. ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡുകളുടെ എണ്ണം വരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം ഇടതുമുന്നണി സംസ്ഥാനത്ത് 4 വാർഡുകൾ, അത് ഓൾറെഡി പൂർത്തിയായതാവാം. UDF ഒരിടത്തുണ്ട്, ഒപ്പം NDA മറ്റൊരിടത്ത്. ഇതാണ് ഇപ്പോൾ പുറത്തുവിടുന്ന കണക്ക്. ബ്ലോക്ക് പഞ്ചായത്തുകൾ അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. ഒപ്പം മുനിസിപ്പാലിറ്റികളുടെ കണക്ക് കൂടി വരുന്നു. 5 മുനിസിപ്പാലിറ്റികൾ ഇടതുമുന്നണി, UDF ഒരിടത്ത്, ഒപ്പം NDA ഒരിടത്ത് എന്നതാണ് കണക്കം. NDAയുടെ കണക്ക് ഒരു പക്ഷേ പന്തളമോ പാലക്കാടോ ആയേക്കാം. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക്. അതേഴ്സ് ലിസ്റ്റിൽ മറ്റൊരിടം കൂടി മുനിസിപ്പാലിറ്റികളുടെ കണക്കിൽ കാണിക്കുന്നുണ്ട്. അതേതെന്ന് പരിശോധന വേണ്ടി വരും. മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള ഒരു മാറ്റമുണ്ട് കേട്ടോ. ഒരു മുനിസിപ്പാലിറ്റിയിലെ ലീഡുള്ളൂ. 5 മുനിസിപ്പൽ വാർഡുകളിലാണ്. അങ്ങനെയാണ്, 5 മുനിസിപ്പൽ വാർഡുകളിലാണ് ലീഡ്. 5 മുനിസിപ്പാലിറ്റികളിലല്ല. ഒരു മുനിസിപ്പാലിറ്റിയിൽ, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ്.